ഗ്രാൻഡ് ഫിനാലയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരാൾ എവിക്റ്റഡ്. അതെ, ടോപ്പ് 5 ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നിരിക്കുകയാണ്. എവിക്റ്റായി സ്റ്റേജിൽ വന്ന് സ്റ്റേജിൽ കുറ്റിയുറപ്പിച്ച് ഇരുത്തം തുടങ്ങിയിരിക്കുകയാണ്. ഒരാൾ എവിക്റ്റ് ആയിരിക്കുന്നു. ടോപ്പ് 5 ഡിക്ലറേഷൻ കഴിഞ്ഞിരിക്കുന്നു. ആരാണ് ടോപ്പ് 5? നമ്മൾ ഇന്ന് രാവിലെ പറഞ്ഞതുപോലെ തന്നെ, ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞതുപോലെ തന്നെ, നമ്മൾ പറഞ്ഞ ആ ഒരു ലിസ്റ്റ് പോലെ തന്നെയാണോ? പറയാം. കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഷൂട്ടിംഗ് സെറ്റിൽ നടക്കുന്ന സംഭവങ്ങളുടെ അപ്ഡേറ്റുമായിട്ടാണ്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് മറക്കാതെ ഫോളോ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ഇനി വരുന്ന അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവണം. അപ്പോൾ ടോപ്പ് 5 ഡിക്ലറേഷൻ കഴിഞ്ഞു. അതെ, ഋഷി എവിക്റ്റ് ആയിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും. ഋഷി പുറത്ത് സ്റ്റേജിൽ വന്ന് അവിടെ ഇരുന്നിരിക്കുകയാണ്. ഋഷി ഔട്ടായിരിക്കുന്നു ബിഗ് ബോസ് വീട്ടിൽ നിന്നും. ഇനി ഈ ഒരു പൊസിഷനെ കുറിച്ച് പറയാനാണെങ്കിൽ വളരെ ഈ പറയുന്നത് നമുക്കറിയാം. ഈ തവണത്തെ ടോപ്പ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെയോ നമ്മൾ പറക്കി കൂട്ടിയ ആൾക്കാരാണ്. കുറേ ഡിസർവിങ് ആയതും അല്ലാത്തതുമായിട്ടുള്ള കണ്ടസ്റ്റൻസ് അതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ടോപ്പ് 5 എന്തായാലും നമുക്ക് കിട്ടി. പക്ഷേ ഋഷിയുടെ പൊസിഷൻ എനിക്ക് തോന്നുന്നു സൂപ്പർ. ഋഷി ഗ്രേറ്റ്. നിങ്ങൾക്കൊരു ടോപ്പ് 5 കിട്ടിയത് തന്നെ ഏറ്റവും വലിയൊരു മഹാഭാഗ്യമാണ്. ടോപ്പ് 5 അർഹനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ നിൽക്കുന്നതിൽ നിന്നും ഇപ്പം നിൽക്കുന്ന 5 പേരിൽ നിന്നും ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ കിട്ടിയ ഋഷി. കൺഗ്രാറ്റ്സ്, അടിപൊളിയാണ്. ടോപ്പ് 5 എന്ന് പറയുന്ന ഈ ഒരു പൊസിഷൻ ഋഷിക്കുള്ളത് തന്നെയാണ്. കാരണം അവിടെ വേറെ ആര് വന്നു കഴിഞ്ഞാൽ അത് അൺഡിസർവിങ് എന്ന് പറയേണ്ടി വരും. ഇത് വളരെ ഡിസർവിങ് ആയിട്ടുള്ള ഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷനാണ്. എന്തായാലും ഋഷി കൺഗ്രാറ്റ്സ്. ഋഷി എന്ന് പറയുന്ന ഒരു പ്യുവർ സോളാണ്, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള ഒരാളാണ്. ബിഗ് ബോസിന് ഒട്ടും ആപ്റ്റായിട്ടുള്ള ഒരാളെ അല്ല, എന്നിട്ട് പോലും ടോപ്പ് 5 വരെ എത്തി അല്ലേ. അപ്പോൾ കൺഗ്രാറ്റ്സ്, അത്രേ പറയാനുള്ളൂ. ഇനി അടുത്തത് ടോപ്പ് 4 ഡിക്ലറേഷൻ ഉടനെ നടക്കുമായിരിക്കാം. അതിൻ്റെ അപ്ഡേറ്റുകളായിട്ട് ഞാൻ വരാം. അഭിഷേക് തന്നെ ആയിരിക്കും, നമ്മൾ അറിഞ്ഞതുപോലെ അഭിഷേക് തന്നെ ആയിരിക്കും. അതിൻ്റെ വിവരങ്ങളുമായിട്ട് ഞാൻ വരാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേ ട്യൂൺഡ് ആയിട്ടിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.